ഡിയർ സ്റ്റുഡൻസ്, ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലരൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഏറ്റവും സിമ്പിളായിട്ട് അത് ഉറപ്പായിട്ട് വരും, ഇപ്രാവശ്യം എന്തായാലും വരും എന്നുള്ള ഒരു ചോദ്യമാണ്. ഒരു 10 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം, ഞാൻ പോയിൻറ്റ്സ് ആക്കിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും ഒരു ഗൈഡ് നോക്കിയാലും നിങ്ങൾക്ക് ഇത്രയും സിമ്പിളായിട്ട് കിട്ടില്ല. ഏറ്റവും സിമ്പിളായിട്ടും എന്നാൽ എല്ലാം ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ഒരു ഉത്തരം ഞാൻ എഴുതി ഉണ്ടാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം അതിലേതെങ്കിലും 2 മെത്തേഡായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക, 8 മാർക്കിൻ്റെ ചോദ്യമായിട്ട്. അപ്പോൾ ഞാനിവിടെ 3 മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് എഴുതേണ്ടത് ദർ ആർ 3 മെത്തേഡ്സ് ടു മെഷർ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 രീതികളുണ്ട്. ഒന്നാമത്തെ രീതി പ്രൊഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ് ഓർ ഔട്ട്പുട്ട് മെത്തേഡ്. അത് 3ഉം ഒരു ഇതിൻ്റെ മെത്തേഡിൻ്റെ പേരാണ്. സെക്കൻഡ് ഇൻകം മെത്തേഡ്, തേർഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇനി നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഏറ്റവും സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡിൽ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് നമ്മൾ അതിൽ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് and services produced is calculated by adding all the final goods and services produced by each production unit in the economy in a given period of time, that is a year. ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള ഓരോ ഉൽപാദന യൂണിറ്റുകളും ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യങ്ങൾ തമ്മിൽ കൂട്ടി GDP കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഓഫ് ഈച്ച് ഫേം. ഓരോ ഉൽപ്പാദന യൂണിറ്റിൻ്റെയും വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണണം. എങ്ങനെയാണ് കാണേണ്ടത്? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. അവർ ആ വർഷം ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ അളവിനെ എന്തുകൊണ്ട് ഗുണിക്കുക? അതിൻ്റെ വില കൊണ്ട് ഗുണിക്കുക. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അത് പോയിന്റ് ഇടാൻ ഞാൻ മറന്നുപോയി. ഡബിൾ കൗണ്ടിങ് ഓർ മൾട്ടിപ്പിൾ കൗണ്ടിങ് എന്താണെന്നാണ് ഇവിടെ അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത്. വെൻ ദ വാല്യൂ of an output or service is added more than once in the calculation of national income. എന്താണ് നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ അബദ്ധവശാൽ ഒരു സാധനത്തിൻ്റെയോ ഒരു സേവനത്തിൻ്റെയോ വില പല പ്രാവശ്യം കൂട്ടി പോവുക എന്നതിനെയാണ് നമ്മൾ ഡബിൾ കൗണ്ടിങ് ഓർ മൾട്ടിപ്പിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുണ്ടാവാൻ പാടില്ല. ഈ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വെച്ചിട്ട് നമ്മൾ GDP കാണുമ്പം ഈ ഡബിൾ കൗണ്ടിങ് അഥവാ മൾട്ടിപ്പിൾ കൗണ്ടിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടു അവോയ്ഡ്, അതാണ് അടുത്ത പോയിന്റ്, ടു അവോയ്ഡ് മൾട്ടിപ്പിൾ കൗണ്ടിങ് വി ഫൈൻഡ് നമ്മൾ എന്ത് കാണണം? ഗ്രോസ് വാല്യൂ ആഡഡ് ഓർ GVA കാണണം. മൾട്ടിപ്പിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രോസ് വാല്യൂ ആഡഡ് ഓർ GVA കണ്ടുപിടിക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്നും ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. എന്താണ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ? റോ മെറ്റീരിയൽസിൽ നമ്മൾ ചിലവാക്കുന്ന തുക മൈനസ് ചെയ്യാം. അങ്ങനെ GVA കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പോയിന്റ്, ആഫ്റ്റർ ഗെറ്റിംഗ് GVA ഓഫ് എവറി ഫേം വി ക്യാൻ കാൽക്കുലേറ്റ് GDP ബൈ ആഡിങ് ടുഗദർ ദ GVS ഓഫ് ഓൾ ഫേംസ് ഇൻ ദ ഇക്കോണമി. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എക്സാമ്പിൾ ഒരു 100 ഫേംസ്, 100 ഉൽപ്പാദന യൂണിറ്റുകൾ, കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും സേവന മേഖലയിലുമൊക്കെ ആയിട്ട് 100 ഉൽപ്പാദന യൂണിറ്റുകളാണ് ഉള്ളതെങ്കിൽ ഓരോ ഉൽപ്പാദന യൂണിറ്റിൻ്റെയും എന്ത് തമ്മിൽ കൂട്ടുക? GVA, ഗ്രോസ് വാല്യൂ ആഡഡുകൾ തമ്മിൽ കൂട്ടുക. അപ്പോൾ അങ്ങനെ കൂട്ടാനുള്ള ഇക്വേഷനാണ്, ഇങ്ങനെയാണ് അത് എഴുതുക. GDP = സിഗ്മ. ഒരു പോലെ ഇട്ടിരിക്കുന്ന സാധനത്തിന് നമ്മൾ സിഗ്മ എന്നാണ് പറയുക. സിഗ്മ എന്ന് പറഞ്ഞാൽ ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സം, കൂട്ടൽ എന്നാണ് അർത്ഥം. സിഗ്മ I = 1 to n. n ഫേംസ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ഫേംസ് ആണുള്ളത്. ആ 100 ഫേംസിൻ്റെയും കൂടെ GVAകൾ തമ്മിൽ കൂട്ടുക എന്നേ ഈ ഇക്വേഷന് അർത്ഥമുള്ളൂ. ഇക്വേഷൻ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വയ്ക്കുക. GDP = സിഗ്മ I = 1 to n GVAI. ഇതിൻ്റെ അർത്ഥം എന്താ? ഒന്നുമില്ല, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഗ്രോസ് വാല്യൂ ആഡഡുകളുടെ ആഡഡ് എന്നുള്ളതിൻ്റെ GVA. ആ GVA എത്ര ഫേംസ് ആണോ സമ്പദ് വ്യവസ്ഥയിലുള്ളത് അത്രയും ഫേംസിൻ്റെ GVA തമ്മിൽ കൂട്ടുക എന്നേ അതിനർത്ഥമുള്ളൂ. ആ GDPയിൽ നിന്നും നമ്മൾക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? NNP at FC ഓർ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.
പറ്റും. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? GDP അറ്റ് MP-യിൽ നിന്ന്, MP എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് എന്നാണ് അർത്ഥം. ആ മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഫാക്ടർ കോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്യുക. പിന്നെ ഗ്രോസ് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആഭ്യന്തര മേഖലയില്ല, നമുക്ക് എന്ത് വേണം? നാഷണൽ ആക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് കൂട്ടുക? NFIA കൂട്ടുക. പിന്നെ നെറ്റിൽ നിന്നും ഗ്രോസ് ആക്കാൻ വേണ്ടിയിട്ട് ഗ്രോസിൽ നിന്നും നെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ കിട്ടി. NNP at FC is equal to GDP at MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് NFIA മൈനസ് ഡിപ്രീസിയേഷൻ. ഇനി GVA നിന്നും വേറെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. GVA കണ്ടുപിടിച്ചാൽ അതിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ നമ്മൾക്ക് നെറ്റ് വാല്യൂ ആഡഡ് അഥവാ NVA കിട്ടും. NVA is equal to GVA മൈനസ് ഡിപ്രീസിയേഷൻ. എന്നിട്ട് ആ NVAകൾ തമ്മിൽ കൂട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, ഇത്രയും വരെയാണ് ഇതിലുള്ളത്. ഒരു അര പേജാണ്. ഇനി അടുത്ത മെത്തേഡിലേക്ക് കടക്കുകയാണ്. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മെത്തേഡ് ഇൻകം മെത്തേഡാണ്. അത് ഇതിൽ മറന്നു പോയിട്ടുണ്ട്. ഇൻകം മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ്. അപ്പോൾ ഇൻകം മെത്തേഡ് എങ്ങനെയാണ് കാണുക നോക്കുക. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതേണ്ടത് GDP ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ടുഗദർ ഓൾ ദ ഫാക്ടർ ഇൻകം റിസീവ്ഡ് ബൈ ദ ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദന ഘടകങ്ങളായ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഇതിന് കിട്ടുന്ന വരുമാനങ്ങൾ എല്ലാം, ഒരു രാജ്യത്തെ എല്ലാ വരുമാനങ്ങളും കൂടി കൂട്ടിയിട്ട് എന്ത് കണ്ടുപിടിക്കാം? പിന്നെ GDP കണ്ടുപിടിക്കാം. ആ മെത്തേഡിനെയാണ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇൻകം ആയിട്ട് കിട്ടുന്നത്? ലാൻഡിന് റെൻറ്റ്, രണ്ടാമത്തെ പോയിന്റ്, ലാൻഡിന് റെൻറ്റ് കിട്ടും, പിന്നെ ലേബറിന് വേജസ് കിട്ടും, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും, ഓർഗനൈസേഷന് പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് P ആണ്, അതവിടെ എഴുതാൻ വിട്ടുപോയി. ആർ ദ ഫാക്ടർ ഇൻകംസ്. അപ്പോൾ എങ്ങനെയാണ് GDP കണ്ടുപിടിക്കുക? GDP is equal to I is equal to 1 to n RI plus I is equal to 1 to n WI plus I is equal to 1 to n INI plus I is equal to 1 to n PI എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിൽ 1 കോടി ഹൗസ് ഹോൾഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, 1 കോടി ഗാർഹിക യൂണിറ്റുകൾ. ആ ഗാർഹിക യൂണിറ്റുകളിലേക്ക് എല്ലാത്തിലും റെൻ്റ് ഇനത്തിൽ കിട്ടുന്ന വരുമാനം പ്ലസ് വേജസ് ഇനത്തിൽ കിട്ടുന്ന വരുമാനം പ്ലസ് ഇൻട്രസ്റ്റ് ഇനത്തിൽ, പലിശ ഇനത്തിൽ കിട്ടുന്ന വരുമാനം പ്ലസ് പ്രോഫിറ്റ് ഇനത്തിൽ കിട്ടുന്ന വരുമാനം, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? GDP കണ്ടുപിടിക്കാം. അപ്പം നമുക്കതിനെ സിമ്പിളായിട്ട് എഴുതാം. GDP is equal to R plus W plus IN plus P. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻകം മെത്തേഡ് എത്ര എളുപ്പത്തിൽ മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമ്മൾക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം, എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ചെലവ്. നമ്മളുടെ സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ മേഖലയിലുമുള്ള ചെലവുകൾ തമ്മിൽ കൂട്ടി GDP കണ്ടുപിടിക്കുകയാണ്. GDP is calculated by adding the final expenditure in the domestic territory of a country. ഇവിടെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ ഉണ്ടാകുന്ന എല്ലാവിധ ചെലവുകളും കൂടി കൂട്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ്? എന്തൊക്കെ ചെലവുകളാണ് ഉണ്ടാവുക? ഹൗസ് ഹോൾഡ്സ് മേക്ക് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേംസ്. ഉൽപാദന മേഖലയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് ആര് പണം ചെലവാക്കുന്നു? ഹൗസ് ഹോൾഡ്സ് പണം ചെലവാക്കുന്നു. അതിനെ നമ്മൾ C എന്ന് പറയാം, കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്നുള്ള C എന്ന് എഴുതുക. ഇനി ഫേംസ് മേക്ക് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ ഗുഡ്സ്. ഓരോ ഉൽപാദന യൂണിറ്റും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മെഷീനറി വാങ്ങിയിട്ടും മറ്റ് അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? I എന്ന് വിളിക്കുന്നത്. ഗവൺമെൻറ് മേക്ക് ഫൈനൽ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫേംസ്. അതായത് ഗവൺമെൻറ് ഒരുപാട് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ സമ്പദ് വ്യവസ്ഥയിലുള്ള ഉൽപാദന യൂണിറ്റുകളിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അതിനുള്ള ചെലവിനെ G എന്ന് വിളിക്കാം. ഇനി എക്സ്പോർട്ട് റവന്യൂസ് ദ ഫേംസ് ഏൺ ബൈ സെല്ലിങ് ഇറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഫോറിനേഴ്സ്. വിദേശികൾക്കായിട്ട് നമ്മുടെ ഇവിടെയുള്ള സാധനങ്ങൾ വിൽക്കുമ്പോൾ നമ്മളുടെ ഇവിടെ വിദേശികൾ ചെലവാക്കുന്ന ചെലവ്, അവരുടെ പൈസ അയച്ചു തന്നിട്ടാണ് നമ്മുടെ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ അവരുടെ ചെലവ് അതിനെയാണ് നമ്മൾ X എന്ന് പറയുന്നത്. ഇതൊരു ഇഞ്ചക്ഷനാണ്. പുറമേന്ന് നമ്മൾക്കൊരു എന്താ പറയുക, എക്സ്പെൻഡിച്ചർ ഇനത്തിൽ, ചിലവിനത്തിൽ നമുക്കൊരു റവന്യൂ ഉണ്ടാകുകയാണ്. അതൊരു ഇഞ്ചക്ഷനാണ്, അത് കൂട്ടുകയാണ് വേണ്ടത്. അടുത്തത് ദർ ഈസ് ഓൾസോ എ ലീക്ക്
ലീക്കേജ് ഫ്രം ദ ഇക്കോണമിയിൽ നിന്നും ഒരു ലീക്കേജ്, പുറത്തേക്ക് ഒരു ഒഴുക്കുണ്ട്. അതെന്താണ്? എക്സ്പെൻഡിച്ചർ ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്. നമ്മൾ ഇറക്കുമതി ചെയ്യുക പല സാധനങ്ങളും, നമ്മൾ ഇവിടുന്ന് പൈസ ചിലവാക്കുക. അത് ഫേംസ് ആകാം, ഇൻഡിവിജ്വൽസ് ആകാം, ഗവൺമെൻറ് ആകാം. നമ്മൾ പല സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പൈസ ചിലവാക്കുന്നു, പുറത്തേക്ക് പോകുന്നു. അതൊരു ലീക്കേജ് ആണ്. അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ GDP = C+I+D+X-M. അപ്പോൾ അതാ 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. 10 മിനിറ്റുള്ള ഈ ഒരു വീഡിയോ നിങ്ങളൊരു 3 പ്രാവശ്യം കേട്ടിട്ട് ഈ ഇക്വേഷൻസ് ഒന്ന് ഒക്കെ എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് 8 മാർക്ക്, ഇപ്രാവശ്യത്തെ ഷുവർ 8 മാർക്സ്. ഓക്കെ.